ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ്. അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷമൊക്കെ രാവിലെ തുടങ്ങിയിട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഇനിയിപ്പോൾ രാത്രി ഞങ്ങൾ പള്ളിയിലേക്കൊക്കെ പോകുന്നുണ്ട്. ഇവിടുത്തെ സ്ട്രീറ്റിലൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് പോർക്കുണ്ട്, ഇത് ബീഫാണ്. ഇത് നമുക്ക് കായിട്ട് വെക്കാം. പോർക്ക് നമുക്ക് പോർക്കിൻ്റെ എന്തെങ്കിലും റോസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കാം. അതുപോലെ ഇത് ചിക്കൻ കാലാണ് കേട്ടോ. ചിക്കൻ കാല് നമ്മൾ ചിക്കൻ വറുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് ഗ്രില്ല് ചെയ്യാം, ഫുൾ ചിക്കൻ. ഇത് ആടിൻ്റെ കാലാണ്, ഇവിടുത്തെ ആടാണ്. ഒരു 7 കിലോ ഉള്ള ഒരു ആടിൻ്റെ കാല്. ഇതും നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ബാർ റെസ്റ്റോറൻറ്റിൽ കയറി കണ്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഒരു വോഡ്ക ഓർഡർ ചെയ്തു. വിഷ്വൽ എടുക്കാനായിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഓർഡർ ചെയ്തത്. പക്ഷെ അത് കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളൊന്ന് ചുമ്മാ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇനി രാത്രി നമുക്ക് കുർബാന കൂടണം. അതുപോലെ തന്നെ കരോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പള്ളിയിൽ. ഇന്ന് ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ. ഈ ഒരു സമയത്ത് തണുപ്പ് കുറവാണ്, പക്ഷെ ഭയങ്കര കാറ്റ്. ഇപ്പോൾ നമ്മളുള്ളത് കത്തീഡ്രൽ പള്ളീൻ്റെ മുന്നിലാണ്. ഇവിടെ ക്രിസ്മസ് മാർക്കറ്റൊക്കെ കാണാമെന്ന് വിചാരിച്ച് വന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കാണ് അറിയുന്നത് ക്രിസ്മസ് മാർക്കറ്റൊന്നുമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഹൈ സ്ട്രീറ്റ് പോകാനാണ് പ്ലാൻ. അപ്പോൾ നമ്മൾ ഇവിടെ ലിങ്കണെന്ന് എഴുതിയിട്ട് ഇവിടെ ലൈറ്റൊക്കെ വെച്ച് ലിങ്കണെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്കണിൻ്റെ ഐ ഇല്ല. നോക്കിയേ, ഐ കാണാനില്ല. ഐ ആരും കൊണ്ടുപോയോ? നല്ല ടെലിഫോൺ ബൂത്തുണ്ടോ, ഫോട്ടോയ്ക്ക് പറ്റിയൊരു ലൊക്കേഷനാണ്.
ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി ഹൈ സ്ട്രീറ്റിലേക്കൊന്ന് പോകാം. ഹൈ സ്ട്രീറ്റിൽ പോയിട്ട് അവിടേക്കൊന്ന് കറങ്ങി നടന്നിട്ട് നമുക്കിനി പള്ളിയിലേക്ക് പോകണം 11-11:30. നമുക്കിന്ന് ഉറങ്ങാനൊന്നും പ്ലാനില്ല കേട്ടോ. ഇന്ന് മൊത്തം കറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ രാത്രി നമ്മൾ കുർബാനയൊക്കെ കഴിഞ്ഞ് ചെന്നിട്ട് ഇനി ഗ്രില്ല് അവിടെ ഉണ്ടാക്കാനായിട്ടൊരു പ്ലാനുണ്ട്. നമ്മൾ അതിന് വേണ്ടി മസാലയൊക്കെ പറ്റി വെച്ചിട്ടുണ്ട് ചിക്കൻ. ഇനി അത് ചെന്നിട്ട് വേണം ഉണ്ടാക്കാൻ. രാത്രിയായിട്ട് പട്ടികളെ കൊണ്ടൊക്കെ ഇങ്ങനെ ഇറങ്ങിയിരിക്കണം കേട്ടോ. ചുമ്മാ ക്രിസ്മസ് അല്ലേ, ഇവിടുന്ന് ഉറക്കമൊന്നും ഉണ്ടാവില്ല ആർക്കും. ഇവിടെ ഫുള്ള് ഇങ്ങനെ പബ്ബും ബാറുകളൊക്കെ ഉണ്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് കൂടുതലും ആൾക്കാർ ഇതിൻ്റെ അകത്തൊക്കെ തന്നെയായിരിക്കും. ഇന്ന് പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് എന്തായാലും എല്ലാവരും സെലിബ്രേഷൻ കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ അധികം ആളൊന്നും ഇല്ല പുറത്ത്, സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് നല്ല രസമാണ്. നമുക്ക് വിജനമായിട്ട് കിടക്കുന്നതുകൊണ്ട് നല്ല രീതിക്ക് നമുക്ക് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകട്ടോ. ഇതുകൊണ്ടോ ഗൈസ്, ഇത് ഇവിടുത്തെ ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ചൂതാട്ടം പോലെ ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഗെയിമൊക്കെ കളിക്കാം. പൈസ നല്ല പൈസയാണ്. നമ്മൾ കാശ് എറിയെന്ന് അറിയില്ല. എന്തൊക്കെയോ ഗെയിം ചീട്ടുകളെയൊക്കെ പോലെ. നമ്മൾ ഹൈ സ്ട്രീറ്റൊക്കെ കറങ്ങി നടന്ന് കണ്ടു. ഇനിയിപ്പോൾ ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്കൊന്ന് പോയിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല വിശപ്പുണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും കഴിച്ചില്ല. ഞങ്ങൾ ലേറ്റായിട്ട് ഇറങ്ങിയതുകൊണ്ട് ചായ മാത്രം കുടിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. എന്തായാലും വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും പള്ളിയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ നെയ്ച്ചോറാണ് ഉണ്ടാക്കിയത്. നെയ്ച്ചോറ്, ചിക്കൻ, അതുപോലെ തന്നെ ബീഫും കായും, പോർക്ക് റോസ്റ്റ്, ചിക്കൻ കാല് അത് ഫ്രൈ ചെയ്തു, അതുപോലെ തന്നെ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാങ്ങാച്ചാറ് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് മാങ്ങാക്കറി, അങ്കമാലി മാങ്ങാക്കറി എന്നും പറഞ്ഞ് ഉണ്ടാക്കിയതാണ് അവിടെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാം കഴിച്ച് തീർക്കാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ഇനി പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞിട്ട് ഗ്രില്ലും റെഡിയാക്കാനുണ്ട്. ഗ്രില്ലും അതുപോലെ പ്ലം കേക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് മുറിക്കണം. കുറേ ഐറ്റംസ് ഉണ്ടാക്കിയതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് ക്രിസ്മസ് ആയിട്ട് ക്ഷണിക്കാമെന്നാണ് വിചാരിച്ചത്. പ്രത്യേകിച്ച് ഇവരുടെ 2 കൂട്ടുകാരത്തിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ തിരക്കായിപ്പോയി, ജോലീൻ്റെയൊക്കെ തിരക്കാണ്, ലീവൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവരെയും വിളിക്കാൻ പറ്റില്ല. പിന്നെ അനിയനെ വിളിച്ച് നോക്കി, അപ്പോൾ അനിയനും നല്ല തിരക്കായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതൊക്കെ നമ്മൾ തന്നെ കഴിച്ച് തീർക്കാമെന്ന് വിചാരിച്ചത്. കഴിച്ച് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പള്ളിയിലേക്കാണ് കേട്ടോ പോകുന്നത്. പള്ളിയിൽ ഇനി കരോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ഒരു ക്രിസ്മസ് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ചിപ്പോൾ വീട്ടിലെത്തിയുള്ളൂ. ഇപ്പോൾ സമയം 1:30 ആയിട്ടോ. കാരണം ഇത്രയും ലേറ്റ് ആവും നമ്മൾ വിചാരിച്ചില്ല. എന്തായാലും പള്ളിയിലെ വിഷയമൊന്നും എടുക്കാൻ പറ്റില്ല, നല്ല തിരക്കായിരുന്നു പള്ളിയിൽ. അതുപോലെ തന്നെ കരോൾ സോങ്ങും എല്ലാം ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ നമുക്കൊന്നും വിഷയം പറ്റിയില്ല. പള്ളിയിൽ അവിടെ നമുക്ക് ഇംഗ്ലീഷ് കുർബാനയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്ലാങ്ങൊന്നും അതിൽ പറ്റുമെന്ന് കിട്ടും. എല്ലാ സ്ലാങ്ങിനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ 7 കയ്യിലെത്താൻ പറ്റില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബേഡ്സൊക്കെ നമ്മൾ വായിക്കുന്ന പോലെ ഒന്നുമല്ല, ഇവർ ഈ പാട്ടിൽ കൂടിയാണല്ലോ കൂടുതൽ കുർബാന കൊടുത്തത്. അതുപോലെ തന്നെ ഇതിൽ ഒരു പോളിഷ് സോങ് ഒക്കെ ഉണ്ട്. പോളിഷ് കുറച്ചൊക്കെ ഞാനിങ്ങനെ ബേസിക്കൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പോളിഷ് സോങ്ങൊക്കെ എനിക്ക് പാടാനായിട്ട് ഇഷ്ടമായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു സോങ് തന്നെയാണ്, സൈലൻറ്റ് നൈറ്റ്. അതൊക്കെ നമുക്ക് പാടാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ മൊത്തത്തിൽ കുർബാനയിൽ ഇംഗ്ലീഷ് തന്നെ ആയതുകൊണ്ട് നമുക്കങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല. പിന്നെ ബുക്ക് ലൈറ്റ് നോക്കിയിട്ട് അങ്ങനെയാണ് വായിച്ചെടുത്തത്.
ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഈ നമ്മളുടെ ഗ്രില്ല് ഉണ്ടാക്കാനുള്ള പരിപാടികൾ തുടങ്ങാം. ഗ്രില്ല് ഉണ്ടാക്കണം, അതുപോലെ തന്നെ കേക്ക് മുറിച്ച് നമുക്ക് വൈനൊക്കെ അടിക്കണം. എന്തായാലും അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വീഡിയോയിൽ എന്തായാലും അധികം നമ്മൾ കണ്ടൻറ്റ് ഇടുന്നില്ല കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഭയങ്കര ലെങ്തി പോയി എന്നൊക്കെ കുറേ പേര് പറഞ്ഞ ഉടനെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഈ ഒരു ചെറിയൊരു ക്രിസ്മസ് ആഘോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ഗ്രില്ല് നമ്മൾ വെച്ചില്ലേ, അപ്പോൾ നമുക്കിനി കേക്ക് മുറിക്കാം കേട്ടോ. ഹാപ്പി ക്രിസ്മസ് ടു യു. Cheers. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ഗ്രില്ല് ഇവിടെ കിടന്ന് റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. അത് സമയം എടുക്കും, എന്തായാലും കുറേ ടൈം എടുക്കും കേട്ടോ അതിൻ്റെ ഇത് കുക്കിങ് കഴിയാനായിട്ട്. നമ്മൾ അലൂമിനിയം ഫോയിൽ പേപ്പറിൽ വെച്ചുകൊണ്ട് അത് നല്ലോണം വെന്ത് കിട്ടും. അപ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു 2-3 മണിക്കൂറൊക്കെ ഇതിങ്ങനെ ഇരുന്ന് ആയാലേ ഇത് ഇപ്പോൾ റെഡി ആവുള്ളൂ എന്ന് എനിക്ക് തോന്നണേ. ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.